കൽക്കട്ടയിലെ ഒരു ചെറിയ വാടക വീട്ടിൽ തുടങ്ങിയ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കാരുണ്യ പ്രസ്ഥാനം 20 വർഷങ്ങൾ കൊണ്ട് 5 വൻകരകളിലും പടർന്ന് പന്തലിച്ചു. 1975 മുതൽ 1980 വരെയുള്ള 5 വർഷങ്ങൾ മദർ തെരേസ എന്ന സന്യാസിനിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ മദറിനെ തേടിയെത്തിയതും ഇന്ത്യയുടെ അതിരുകൾക്കപ്പുറം ഒരു ആഗോള സമാധാന പ്രതീകമായി മദർ അംഗീകരിക്കപ്പെട്ടതും മദറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നതും ഈ കാലത്താണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും തനിമ കൈവിടാതെ തെരുവിലെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന ഒരമ്മയായി മദർ എങ്ങനെ ജീവിച്ചു എന്നത് ലോകത്തിനിന്നും അത്ഭുതമാണ്. കൽക്കട്ട നഗരം വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നുപോയിരുന്ന കാലം കൂടിയായിരുന്നു അത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെയും ചേരി നിർമ്മാർജ്ജനത്തിന്റെയും പേരിൽ ഭരണകൂടം കർക്കശമായ നടപടികൾ സ്വീകരിച്ച കാലം. പാവപ്പെട്ടവർ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്ത കൊച്ചു കുടിലുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നിരത്താൻ ഭരണകൂടം ഉത്തരവിട്ടു. ആധുനികതയുടെ പളപളപ്പുകൾക്കിടയിൽ തങ്ങളുടെ കൂരകൾ നഷ്ടപ്പെട്ട് തലചായ്ക്കാൻ ഒരിടമില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യർ കൽക്കട്ടയുടെ തെരുവുകളിൽ നിസ്സഹായരായി നിന്നു. തങ്ങൾക്ക് തുണയേകാൻ ആരുമില്ലെന്ന അവസ്ഥയിലായിരുന്നു അവർ. അധികാരികളുടെ കണ്ണിൽ അവരുടെ താമസയിടങ്ങൾ അനധികൃത നിർമ്മാണങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ മദറിന്റെ കണ്ണിൽ അവ ഓരോന്നും ഓരോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്. മദർ തെരേസ വെറുതെ ഇരുന്നില്ല. ആ സന്യാസിനി ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങി. ഭരണകൂടത്തിന്റെ കർക്കശമായ നിയമങ്ങൾക്ക് മുന്നിൽ മദർ ഉയർത്തിയത് മാനുഷികമായ നീതിയായിരുന്നു. ഒരു വൈകുന്നേരം സ്വന്തം കൂരകൾ നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ കരഞ്ഞുകൊണ്ട് മദർ ഹൗസിന് മുന്നിലെത്തി. കൈക്കുഞ്ഞുങ്ങളുമായി മഴ നനഞ്ഞു നിൽക്കുന്ന അമ്മമാരെ കണ്ടപ്പോൾ മദറിന്റെ ഹൃദയം നൊന്തു. സർക്കാർ ഒഴിപ്പിച്ചവർക്കായി മദർ തന്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി കേന്ദ്രങ്ങൾ തുറന്നുകൊടുത്തു. അവിടെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും താൽക്കാലികമായ അഭയവും നൽകി. അതുകൊണ്ടും മദർ അവസാനിപ്പിച്ചില്ല. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ താമസ സ്ഥലങ്ങൾ കണ്ടെത്താനും അവർക്കായി ചെറിയ വീടുകൾ നിർമ്മിച്ചു നൽകാനും മദർ തനിക്ക് ലഭിച്ച വിദേശ സഹായങ്ങളും പുരസ്കാര തുകകളും ഉപയോഗിച്ചു. ബുൾഡോസറുകൾ തകർത്തത് കെട്ടിടങ്ങളെ മാത്രമായിരുന്നു. എന്നാൽ മദർ കെട്ടിപ്പടുത്തത് ആ മനുഷ്യരുടെ തകർന്നുപോയ ആത്മവിശ്വാസമായിരുന്നു. നിയമത്തെക്കാൾ വലുതാണ് നീതിയെന്നും അധികാരത്തെക്കാൾ വലുതാണ് സ്നേഹമെന്നും കൽക്കട്ടയുടെ തെരുവുകളിൽ മദർ തെളിയിച്ച നിമിഷങ്ങളായിരുന്നു അവ. രാഷ്ട്രീയത്തിനതീതമായി മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകിയ മദറിന്റെ നിലപാടുകൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെപ്പോലും സ്വാധീനിച്ചു. ഭാരതത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയിലും കാരുണ്യത്തിന്റെ ഒരു തുരുത്തായി മിഷണറീസ് ഓഫ് ചാരിറ്റി നിലകൊണ്ടു. താമസിയാതെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ കലുഷിതമായി. 1975 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ രാജ്യത്തെയാകെ നിശബ്ദമാക്കി. അപ്പോഴും മദർ തെരേസ തന്റെ സേവന പ്രവർത്തനങ്ങൾ ഒട്ടും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി. അടിയന്തരാവസ്ഥ കാലത്ത് വീടുകൾ നഷ്ടപ്പെട്ട പലർക്കും സ്ഥിരമായ ഒരു ആവാസയിടം ഒരുക്കുന്നതിനായി മദർ കുഷ്ഠരോഗികൾക്കായി സ്ഥാപിച്ച ശാന്തിനഗർ പോലുള്ള കേന്ദ്രങ്ങൾ വിപുലീകരിച്ചു. പാവപ്പെട്ടവർക്ക് അവിടെ ചെറിയ വീടുകൾ നിർമ്മിക്കാനും സ്വയം തൊഴിൽ കണ്ടെത്താനും സഹായം നൽകി. 1976 മദർ തന്റെ സംഘടനയിൽ ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു.
പുറം ലോകത്തെ സേവനം മാത്രമല്ല, ആത്മീയമായ ഉൾക്കരുത്തും തന്റെ സഹോദരിമാർക്കുണ്ടാകണമെന്ന് മദർ ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായി ന്യൂയോർക്കിലെ ബ്രോങ്സിൽ സഹോദരിമാരുടെ ഒരു പുതിയ ശാഖയ്ക്ക് മദർ തുടക്കം കുറിച്ചു. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി 24 മണിക്കൂറും പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകി പാവപ്പെട്ടവർക്ക് ആത്മീയ ബലം നൽകുന്ന ഒരു വിഭാഗമായിരുന്നു ഇത്. സേവനമെന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, മറിച്ച് പ്രാർത്ഥനയുടെ തുടർച്ചയാണെന്നായിരുന്നു മദറിന്റെ ഉറച്ച വിശ്വാസം. മദർ തെരേസ ലോകത്തിന്റെ ആദരവേറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഇതേ കാലയളവിൽ തന്നെ ചില കോണുകളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു തുടങ്ങിയിരുന്നു. സ്നേഹത്തിന്റെ മാലാഖയെന്ന് ലോകം വാഴ്ത്തുമ്പോഴും മദറിന്റെ പ്രവർത്തന ശൈലിയെയും ആശയങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചിലർ രംഗത്തെത്തി. 70കളുടെ അവസാനത്തോടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും മദറിന്റെ സേവന കേന്ദ്രങ്ങളിലെ മെഡിക്കൽ സൗകര്യങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. കൽക്കട്ടയിലെ നിർമ്മൽ ഹൃദയിലെത്തുന്ന രോഗികൾക്ക് ആധുനിക ചികിത്സയേക്കാൾ ഉപരിയായി പ്രാർത്ഥനയ്ക്കും ലളിതമായ പരിചരണത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് അവരാരോപിച്ചു. വേദനസംഹാരികളുടെ അഭാവം, സിറിഞ്ചുകൾ ആവർത്തിച്ചുപയോഗിക്കുന്നത്, വിദഗ്ധരായ ഡോക്ടർമാരുടെ കുറവ് എന്നിവയായിരുന്നു പ്രധാന വിമർശനങ്ങൾ. മരണാസന്നരായവർക്ക് അന്തസ്സോടെ മരിക്കാനുള്ള ഒരിടം എന്നതായിരുന്നു മദറിന്റെ കാഴ്ചപ്പാടെങ്കിലും ശാസ്ത്രീയമായ ചികിത്സാരീതികൾ അവിടെ പിന്തുടരുന്നില്ല എന്ന ആരോപണം അക്കാലത്ത് പത്രങ്ങളിൽ വാർത്തയായി. പക്ഷേ കാലം മദർ തെരേസയ്ക്കായി കാത്തുവച്ചിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒരു പുരസ്കാരമായിരുന്നു. 1970കളുടെ പകുതി മുതൽ തന്നെ ആഗോളതലത്തിൽ മദറിന് നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യാൻ ലോക നേതാക്കളും സന്നദ്ധ സംഘടനകളും മത്സരിക്കുകയായിരുന്നു. ലോകബാങ്ക് തലവനായിരുന്ന റോബർട്ട് മഗ്നമാരെയും വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളും മദറിനായി ശുപാർശകൾ അയച്ചു. കൽക്കട്ടയിലെ മദർ ഹൗസിലിരുന്ന് മദർ തെരേസ ഇതിനെയെല്ലാം തികഞ്ഞ നിസ്സംഗതയോടെയാണ് നോക്കിക്കണ്ടത്. സഹോദരിമാർ ഈ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മദർ പറയുമായിരുന്നു, നമുക്ക് പുരസ്കാരങ്ങൾ വേണ്ട, പകരം പാവങ്ങളെ ശുശ്രൂഷിക്കാൻ കൂടുതൽ കൈകൾ മതി. ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് മനുഷ്യരുടെ അംഗീകാരം എന്തിനാണെന്നതായിരുന്നു മദറിന്റെ ചിന്ത. ഒക്ടോബർ മാസത്തിലെ ആ തണുത്ത പ്രഭാതത്തിലാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി ആ വർഷത്തെ സമാധാന പുരസ്കാരം മദർ തെരേസയ്ക്കാണെന്ന് പ്രഖ്യാപിച്ചത്. ഈ വാർത്ത കൽക്കട്ടയിലെത്തുമ്പോൾ മദർ പതിവ് പോലെ രോഗികളെ പരിചരിക്കുകയായിരുന്നു. ഒരു വിദേശ മാധ്യമ പ്രവർത്തകൻ ഓടിവന്ന് ഈ വാർത്ത അറിയിച്ചപ്പോൾ മദർ ഒരു നിമിഷം ശാന്തയായി നിന്നു. എന്നിട്ട് തികഞ്ഞ വിനയത്തോടെ പറഞ്ഞു, ദൈവത്തിന് സ്തുതി. പാവപ്പെട്ടവർക്ക് ലഭിച്ച അംഗീകാരമാണിത്. വലിയ ആഘോഷങ്ങളോ ആഹ്ലാദ പ്രകടനങ്ങളോ മദർ ഹൗസിൽ ഉണ്ടായില്ല. പകരം മദർ നേരെ പോയത് ചാപ്പലിലേക്കാണ്. അവിടെ മുട്ടുകുത്തി നിന്ന് മനുഷ്യകുലത്തിനായി പ്രാർത്ഥിച്ചു. മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വാർത്ത ലോകം മുഴുവൻ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യയിലുടനീളം വൻ ആഘോഷങ്ങൾ നടന്നു. ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾക്ക് ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച അഭിമാന നിമിഷമായിരുന്നു. വത്തിക്കാൻ മുതൽ വൈറ്റ് ഹൗസ് വരെ മദറിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. ലോകത്തെ വലിയ രാഷ്ട്രത്തലവന്മാർ മദറിനെ കാണാൻ കൽക്കട്ടയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പുരസ്കാരം വാങ്ങാൻ നോർവേയിലെ ഓസ്ലോയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴും മദറിന്റെ ചിന്തകൾ തനിക്ക് ചെയ്തു തീർക്കാനുള്ള ദൗത്യങ്ങളെക്കുറിച്ചായിരുന്നു. കഠിനമായ മഞ്ഞുവീഴ്ചയുള്ള ഓസ്ലോയിൽ ധരിക്കാൻ വില കൂടിയ കമ്പിളി വസ്ത്രങ്ങളോ കോട്ടോ വാങ്ങാൻ
മദർ തയ്യാറായില്ല. ഇന്ത്യൻ സർക്കാർ മദറിന് യാത്രയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും പതിവ് പോലെ ഒരു സാധാരണക്കാരിയായി യാത്ര ചെയ്യാനാണ് മദർ താൽപര്യപ്പെട്ടത്. പുരസ്കാരത്തുക കൈപ്പറ്റിയാൽ അതെങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്നതിനെക്കുറിച്ച് മദർ അപ്പോഴേ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏറ്റുവാങ്ങാൻ മദർ ഓസ്ലോയിലെത്തി. പ്രൗഢഗംഭീരമായ വേദിയിൽ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ പ്രമുഖർക്കിടയിലൂടെ പതിവ് പോലെ ലളിതമായ പരുത്തി സാരിയുടുത്ത് മദർ നടന്നു നീങ്ങി. നോബൽ പ്രസംഗത്തിൽ മദർ ലോകത്തോട് പങ്കുവച്ചത് കാരുണ്യത്തിന്റെ വലിയ പാഠങ്ങളായിരുന്നു. നിങ്ങൾ ലോകത്തിന് സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൂ. മദറിന്റെ വാക്കുകൾ ലോകം വലിയ ആദരവോടെയാണ് കേട്ടത്. പക്ഷേ മദറിന്റെ ആ പ്രസംഗം ചില വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ലോകസമാധാനത്തിന് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി യുദ്ധങ്ങളോ ആയുധങ്ങളോ അല്ല, മറിച്ച് ഗർഭഛിദ്രമാണെന്ന മദറിന്റെ വാക്കുകൾ വിവാദമായി. ഈയൊരു വാചകം പാശ്ചാത്യ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലിബറൽ ചിന്താഗതികൾക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗർഭഛിദ്രത്തെ ഒരു കൊലപാതകം എന്ന് വിശേഷിപ്പിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴിതെളിച്ചു. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഒരമ്മ തയ്യാറാകുന്ന ലോകത്ത് സമാധാനം എങ്ങനെ സാധ്യമാകുമെന്ന് മദർ ചോദിച്ചപ്പോൾ പല വികസിത രാജ്യങ്ങളിലെയും നിയമനിർമ്മാതാക്കൾ പ്രതിരോധത്തിലായി. പ്രസംഗത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ മദർ നടത്തിയ വികാരാധീനമായ ആഹ്വാനം ലോക മനസാക്ഷിയെ ഉണർത്തുന്നതായിരുന്നു. നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ അവരെ എനിക്ക് തരൂ, ഞാൻ അവരെ നോക്കിക്കൊള്ളാം. ഈ വാക്കുകൾ ഇന്ത്യയിലെ മദറിന്റെ ശിശുഭവനങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. കുഞ്ഞുങ്ങളെ ചവറ്റുകൂനയിൽ ഉപേക്ഷിക്കുന്ന പ്രവണതയ്ക്കെതിരെ ആഗോളതലത്തിൽ വലിയൊരു അവബോധം സൃഷ്ടിക്കാൻ ആ പ്രസംഗത്തിന് കഴിഞ്ഞു. ദാരിദ്ര്യമെന്നത് വെറും വിശപ്പല്ലെന്നും മദർ ഓസ്ലോയിൽ വച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ത്യയിലെ ചേരികളിൽ താൻ കാണുന്ന പട്ടിണിയേക്കാൾ ഭീകരമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ താൻ കാണുന്ന ഏകാന്തതയും സ്നേഹമില്ലായ്മയുമെന്ന് മദർ തുറന്നടിച്ചു. നോബൽ പ്രസംഗം കഴിഞ്ഞ് ഹാളിന് പുറത്തിറങ്ങിയ മദറിനെ കാത്തിരുന്നത് മാധ്യമങ്ങളുടെ ചോദ്യശരങ്ങളായിരുന്നു. ലിബറൽ ചിന്താഗതിക്കാർ മദറിന്റെ നിലപാടുകളെ പുരോഗമന വിരുദ്ധമെന്ന് മുദ്രകുത്തിയപ്പോഴും മദർ തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. നോബൽ സമ്മാനവുമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ മദറിന് ലഭിച്ച സ്വീകരണം ചരിത്രപരമായിരുന്നു. വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ വരവേൽക്കാനെത്തിയത്. നോബൽ പുരസ്കാരമൊന്നും മദറിന്റെ ദിനചര്യകളെ മാറ്റിയില്ല. ലോക നേതാക്കൾ മദറിനെ കാണാൻ ക്യൂ നിൽക്കുമ്പോഴും പഴയതുപോലെ തന്നെ ചേരികളിലെ അഴുക്കുചാലുകൾ വൃത്തിയാക്കാനും രോഗികളുടെ മുറിവുകൾ കഴുകാനും മദർ സമയം കണ്ടെത്തി. പ്രശസ്തിക്കൊപ്പം തന്നെ വിവാദങ്ങളും മദറിനെ നിഴലുപോലെ പിന്തുടർന്നു തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെയുള്ളവർ മദറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഈ കാലഘട്ടത്തിലാണ്. മദർ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നില്ലെന്നും മറിച്ച് അവരുടെ ദാരിദ്ര്യത്തെ കത്തോലിക്കാ സഭയുടെ പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണെന്നും അവർ വാദിച്ചു. സേവന കേന്ദ്രങ്ങളിലെ മെഡിക്കൽ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വലിയ തോതിൽ ലഭിക്കുന്ന സംഭാവനകളുടെ വിനിയോഗത്തിലെ സുതാര്യതയില്ലായ്മയും
വലിയ ചർച്ചയായി. എന്നാൽ ഇത്തരം ഒരു വിമർശനത്തോടും മദർ കോപിച്ചില്ല. അവർ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ദൈവം അത് ക്ഷമിക്കട്ടെ എന്നതായിരുന്നു മദറിന്റെ നിലപാട്. മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ചികിത്സാ രീതികളുടെ പോരായ്മകളെക്കുറിച്ച് ഡോക്ടർ അരൂപ് ചാറ്റർജിയെ പോലെയുള്ളവർ ആഗോളതലത്തിൽ സംവാദങ്ങൾ ഉയർത്തി. മദർ അതിനെയെല്ലാം പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. ഞാനൊരു മെഡിക്കൽ സർവീസ് നടത്തുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹം പകരുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു ഇത്തരം ചോദ്യങ്ങളോടുള്ള മദറിന്റെ മറുപടി. മരണത്തിന്റെ വക്കിലെത്തിയ ഒരു മനുഷ്യന് ആധുനിക ഉപകരണങ്ങളെക്കാൾ പ്രധാനം സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനമാണെന്ന് വിശ്വസിച്ച മദർ ആത്മീയതയെ സേവനവുമായി വിളക്കി ചേർക്കുന്ന തന്റെ തനതായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ 1980 ജനുവരിയിൽ രാജ്യമതിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി മദർ തെരേസയെ ആദരിച്ചു. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഒരു വിദേശ വനിതയ്ക്ക് രാജ്യം നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. നോബൽ സമ്മാനവും ഭാരതരത്നയും ഒരുമിച്ച് മദറിനെ തേടിയെത്തിയ ആ കാലയളവ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വളർച്ചയെ പുതിയൊരു തലത്തിലെത്തിച്ചു. ഇക്കാലത്ത് മദർ നടത്തിയ മറ്റൊരു പ്രധാന പ്രവർത്തനം എത്യോപ്യയിലെ പട്ടിണി ബാധിതർക്കുള്ള സഹായമായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി മരണങ്ങൾ വ്യാപകമായിരുന്ന ആ കാലത്ത് മദർ തന്റെ സഹോദരിമാരുമായി അങ്ങോട്ട് പറന്നു. ആ മരുഭൂപ്രദേശങ്ങളിൽ കുഴൽക്കിണറുകൾ നിർമ്മിക്കാനും താൽക്കാലിക ആശുപത്രികൾ തുടങ്ങാനും മദർ മുൻകൈയെടുത്തു. ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരു മനുഷ്യൻ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടോടിയെത്തുക എന്നത് മദർ തന്റെ ജീവിതചര്യയാക്കി മാറ്റിയിരുന്നു. 1980കൾ അവസാനിക്കുമ്പോൾ മദർ തെരേസ വെറുമൊരു സന്യാസിനി എന്നതിനേക്കാൾ ലോകത്തിന്റെ ധാർമ്മിക ശബ്ദമായി മാറിയിരുന്നു. ആ കാലഘട്ടത്തിൽ സംഘടനയുടെ വളർച്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുതിച്ചുയർന്നു. മദർ ഹൗസ് ഒരാഗോള കാരുണ്യ കേന്ദ്രമായി മാറി. ലോക നേതാക്കൾ കൽക്കട്ടയിലേക്ക് വരുന്നത് മദറിനെ കാണാൻ കൂടിയായിരുന്നു. എങ്കിലും ഒരു തകരപാത്രവുമായി ചേരിയിൽ നിന്ന് ചേരികളിലേക്ക് നടന്നിരുന്ന മദർ തന്നെയായിരുന്നു ആ വലിയ സഭയുടെ മുഖം.